नाम क्या है? രഞ്ജൻ. ആ, 1,10,000 പ്രാവശ്യം പിന്നെ ഇതുപോലെ നമസ്കാരം ചെയ്യുന്നുണ്ടോ? പ്രോമിസ് എന്ന് ഇതിന് പറയാം. പിന്നെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ അവർ ഇതിൽ കൗണ്ട് ചെയ്യും, അങ്ങനെ 1,10,000 ചെയ്യാനുള്ള പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഇവർ. അത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ചെയ്യാം. ഇതുവരെ 500 2007 കരുതിയാണോ? 207 207 ഇതുവരെ അവർ ചെയ്ത് തളർന്ന് കിടക്കുക. യു ആർ വെരി ടയർഡ് നൗ. कहाँ से है आप लोग? तो बहुत अरुणाचल से है, इधर लद्दाख से है, हम नेपाल से है, जगह से इधर। आप कहाँ से? केरला. वड़क्कम. अन्ना वड़क्कम. वो तमिलनाडु. नमस्कारम केरला. केरला. नमस्ते केरला. ठीक है. കാണുമ്പോൾ ഇങ്ങനെ സൈലന്റ് ഉള്ളതൊന്നും നോക്കണ്ട. അവർ പിന്നെ റോഹിംഗ്യൻ മുസ്ലിംസിനൊക്കെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുള്ള ടീംസാണ്. ഈ ക്രൂവൽ മൈൻഡുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെ ഇടയിൽ. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ചായയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. മൂപ്പര ചായ അടിപൊളി ചായ. ഇത് നമ്മളെ ടൂറിസ്റ്റ് ഹോമത്തെ ആളാണ് കേട്ടോ. നമുക്ക് രാവിലെ തന്നെ ഒരു ചായയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്ന് പോകുന്നത് ബുദ്ധ് ഗയയിലേക്കാണ്. രാവിലെ അവിടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടെ എന്തൊക്കെ ഉള്ളതെന്നെല്ലാം ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെയുള്ള ആളുകളൊന്നും ഈ ബുദ്ധ് ഗയയിൽ പോകാൻ വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. നമ്മളെ ഇവിടുത്തെ കസ്റ്റമർ തന്നെ ബുദ്ധ് ഗയയിൽ പോകാന്ന് പറയുമ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല. ഒരു വരുന്നതന്നെ ആ സ്ഥലത്തേക്ക് മൂപ്പര് പോകില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ജീവിതത്തിൽ ഇതുവരെ അവിടത്തേക്ക് പോയില്ല. അപ്പം മൂപ്പരില്ലാണ്, നമ്മൾ ഒറ്റക്കാണ് ഇന്ന് അവിടത്തേക്ക് പോകുന്നത്. ഒരു ഡീഗ്രേഡ് നടക്കുന്നുണ്ട് പിന്നെ ഇവരുടെ ഇടയിൽ. അതായത് ഈ ബുദ്ധ് ഗയയിലേക്ക് പോകുന്നതൊക്കെ അവിടെ ഒന്നുമില്ല, കാര്യമില്ല എന്നുള്ളൊരു ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇത് നല്ല അടിപൊളി ചായ കേട്ടോ. ഏലം, ഇഞ്ചി ഇത് രണ്ടും ഇട്ടിട്ടുള്ള ചായയാണ്. അത് നല്ലപോലെ തിളപ്പിക്കും ഇവർ. നല്ലപോലെ തിളപ്പിച്ച് അതിൻ്റെ ടേസ്റ്റ് വന്ന് ഇറങ്ങിയാലാണ് ഇവർ ഗ്ലാസ്സിലേക്ക് വെച്ച് തരാം. നമ്മുടെ നാട്ടിലൊന്നും അധികം ഒന്നും തിളപ്പിക്കില്ല. ശരി, ജസ്റ്റ് ചായയിൽ പൊടിയിട്ട് പിന്നെ പാലിൽ പൊടിയിട്ട് ചായ തരാമെന്നല്ലാണ്ട് നല്ല ടേസ്റ്റിൽ തരാൻ ആരും നിൽക്കില്ല. ഇവർ നല്ല ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും നല്ല ടേസ്റ്റിലാണ് ഇവർ തരുന്നത്. आपका है गाड़ी? नंबर नहीं डालता है गाड़ी नंबर पीछे में. ഇതാണ് ഇവരെ വണ്ടി കേട്ടോ. ഫ്രണ്ടിൽ നമ്പറൊന്നുമില്ല. ബുള്ളറ്റ് ബാക്കിലാണ് നമ്പർ. ഫ്രണ്ടിൽ നമ്പറൊന്നുമില്ല. നമ്മളെ നാട്ടിലാണ് RTO ഇപ്പോൾ പൊക്കിന്ന് വെച്ചാൽ. ഇവിടെ എല്ലാ വണ്ടിയിലും പിന്നെ ബാക്കിലാണ് നമ്പർ കാണുന്നത്. ഫ്രണ്ടിൽ നമ്പർ എവിടെയും കാണുന്നില്ല. അവിടെ വേറൊരു സ്കൂട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ നമ്പർ ബാക്കിലുള്ള, ഫ്രണ്ടിൽ അവരെ പേരാണ് എഴുതി വെക്കുന്നത്. ഒരു കാർഡ് കുടുങ്ങി കിടക്കുന്ന ഗയ ATM പുറത്തുള്ള കാഴ്ചയാണ് ഇത്. വലിച്ചാൽ ഇതിങ്ങനെ പോരും. ATM ഉള്ളിൽ മൊത്തം കാണാം. ഇതാണ് കേട്ടോ ATM ഉൾഭാഗം. ഇത് സ്ലിപ്പ് വരും, പൈസ ഇതിൻ്റെ ഐഡിയയിലാണ്. ATM കുടുങ്ങിപ്പോയിട്ട് ആൾക്കാർ വലിച്ച് പണിയാക്കിയതാണല്ലോ. वो गलत है. ठीक है भाई. ഇതാണ് കേട്ടോ ഡിജിറ്റൽ ഇന്ത്യ. ATM എന്ന് പൈസ എടുക്കാൻ പോലും, മര്യാദയ്ക്ക് പൈസ എടുക്കാൻ പോലും എനിക്ക് അറിയില്ല. भैया बुध गया को गाड़ी? बुध गया टेम्पो? कौन सा गाड़ी? ऑटो लेके जाएगा. ऑटो शेयरिंग में मिलेगा ना? शेयरिंग में मिलेगा. हाँ, कौन सा गाड़ी जा रहा है पहले?
चल जाइए सिकरिया मोड़, हाँ वहाँ उतर के खुद के चलेगा सिकरिया मोड़। हाँ नहीं नहीं डायरेक्ट जाएगा बोध गया, डायरेक्ट लगा। डायरेक्ट जाएंगे बोध गया। ठीक है ठीक है ठीक है, दिखाओ गाड़ी दिखाओ। ए भैया बुध गया वो गाड़ी में। ठीक 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 ठीक। होना ये क्या दिक्कत है? क्या दिक्कत है, बढ़ जाएगी। बोध गया समाधि बैठा हुआ है। हाँ हाँ इधर इधर बैठ। पहुंच गया तुमान बस। നമ്മൾ അമൃത്സറിൽ പോയിട്ടുണ്ടെങ്കിൽ നൂറുകണക്കിന് വണ്ടികളുണ്ടാവും പിന്നെ വാഗാ ബോർഡറൊക്കെ പോകാൻ. ഇവിടെ ഗേലം നോക്കുമ്പോൾ വളരെ കുറവാണ്, അവിടെ ആളുകൾ വണ്ടികളൊക്കെ പോകുന്നത് വളരെ കുറവാണ്. നല്ലൊരു ഡീഗ്രേഡിങ് പിന്നെ അവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ വലിയ ഫേമസ് ആകുന്നതിനൊക്കെ നല്ലൊരു ഡീഗ്രേഡിങ് ഇവിടെ നടക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം, എനിക്ക് തോന്നിയൊരു അഭിപ്രായമാണ് കേട്ടോ. നമുക്കാണ് ഈ ബുദ്ധ് ഗയയൊക്കെ ഭയങ്കര പിന്നെ എന്താ പറയുക പോകാൻ ഭയങ്കര താല്പര്യവും കാര്യങ്ങളൊക്കെ. വേറെ സൗത്ത് ഇന്ത്യക്കാർക്ക് ഇവിടെ ഉള്ളവർക്കൊന്നും അവിടെ പോകണമെന്നൊരു മൂടുമില്ല. എന്താ പറയുക, ഇവിടെ ആകെ ഒറ്റ വണ്ടി ഇതുവരെ. ഇത് റെയിൽവേ സ്റ്റേഷനാണ്, ഗയ റെയിൽവേ സ്റ്റേഷൻ. അതിനിപ്പോൾ പുറത്ത് ഇപ്പോൾ ഒരു ട്രെയിൻ വന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടു. പിന്നെ 2 ട്രെയിനായിട്ട് വന്ന് സ്റ്റോപ്പ് ചെയ്ത്. എന്നിട്ട് നമുക്ക് ഈ ഓട്ടോയിലേക്കുള്ള ആൾ പോലും അടുത്തേക്ക് ആയില്ല. അത്രയ്ക്ക് ആൾക്കാർ പിന്നെ താല്പര്യപ്പെടുന്നില്ല അങ്ങോട്ട് പോകാൻ. भैया रास्ता में मिलेगा आओ। हाँ चलिए देखते हैं। हाँ मिलेगा आदमी आपको आदमी. ഇപ്പോൾ ഒരാൾ കമ്മിയാണ് കേട്ടോ, ഒരാൾ കമ്മിയിലാണ് പോകുന്നത്. വഴിയിൽ ആളെ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇവരെ ചെറിയ എന്തോ ഉത്സവം നടക്കുകയാണ് കേട്ടോ. ബുദ്ധ് ഗയ ബുദ്ധ മഹോത്സവം എന്ന് പറഞ്ഞിട്ടുള്ള മഹോത്സവം, അങ്ങനെ എന്തോ പരിപാടി നടക്കുക. ആ ടൈമിൽ നമ്മൾ വന്ന് നല്ല ആളുണ്ട്, തിരക്കൊക്കെ ഉണ്ട്, അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. ഫോണ് അലൗഡല്ല, പിന്നെ ക്യാമറ കൊണ്ടുപോകാം. പിന്നെ 100 രൂപയുടെ ഇതുണ്ട്, പാസ്സുണ്ട്. പാസ് എടുത്താൽ ക്യാമറ കൊണ്ടുപോകുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് പാസ് എടുത്താൽ പിന്നെ പേടിക്കാനല്ലോ, ധൈര്യത്തിൽ പോയി എല്ലാം ക്യാമറയിൽ പകർത്തുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ മെയിൻ ഇവരെ എക്സസൈസാണ് കേട്ടോ. എക്സസൈസോ സൂര്യ നമസ്കാരമോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളാണ് നടക്കുന്നത്. ഇവിടെ 1-2 സ്ഥലത്ത് സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. ആദ്യം ഞാൻ ക്യാമറ പാസ്സില്ലാണ്ട് കയറ്റി, പിന്നെ ഞാൻ ഇറങ്ങിപ്പോയി രണ്ടാമത് പാസ് എടുത്ത് ക്യാമറ കയറ്റി, ക്യാമറയും കൊണ്ട് വന്ന്. ഇവിടെ ഐറ്റങ്ങൾ മെയിനായിട്ട് ഓരോ സൂര്യ നമസ്കാരവും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കാണുന്നത്. പിന്നെ കുറേ പൂവ് കൊണ്ടുള്ള പരിപാടികളും ഒക്കെയാണ്. 2 ചെക്കിംഗ് ഉണ്ട്. ഒരു ചെക്കിങ്ങിൽ ഞാൻ നേരത്തെ മൊബൈലും ക്യാമറ എല്ലാം കയറ്റിക്കൊണ്ട് വന്ന്, രണ്ടാമത്തേലും കുടുങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി പാസ്സൊക്കെ എടുത്ത് വന്ന്.
നമുക്ക് ഉള്ളിൽ കയറി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ. ഇതിവരെ മെയിൻ അമ്പലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കാണുന്നത് അവിടെയാണ് കൂടുതൽ ആളുകളൊക്കെ ഉള്ളത്. പോയി നോക്കാം. ഇതാണോ ഇവരെ മെയിൻ അമ്പലം. അവിടത്തേക്ക് വലിയ ക്യൂ ആണ്. എല്ലാവരും ദസ്ബിയൊക്കെ കൊണ്ട് നടക്കുന്നത്. പല രാജ്യത്തു നിന്നുള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ടോ? ഈ ബുദ്ധമതത്തിൽപ്പെട്ട പല രാജ്യത്തു നിന്നുള്ള ആളുകളും അതുപോലെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഇവിടെ വരും. അവരെ കിതാബ് വായിക്കുകയാണ്. ഈ ഒരു സാധനം ഇങ്ങനെ കറക്കിക്കൊണ്ടാണ് കേട്ടോ എല്ലാവരും പോകുന്നത്. വെറുതെ പിടിച്ചോണ്ട് പോകുന്നു. ഇതാണ് ഇവരെ സൂര്യ നമസ്കാരം. പിന്നെ കുറേ ആളിതായി ടെൻറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടോ. നമ്മള് യോദ്ധ പടത്തിൽ കണ്ട പോലെ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ടീംസും ഉണ്ട് ഇവിടെ. If the stems and cells and roots are in the bird and the water, and then lotus flower comes very similar. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെ എത്തി കേട്ടോ. അമ്പലത്തിൻ്റെ തൊട്ട് താഴെ So at some point, if we want to make our life like the lotus, we must come out from the fire. So we're flowing
സൈലൻ്റ് ഏരിയ ആണ് കേട്ടോ. എല്ലാവരും ഇതാ ഗോതമ്പ് എണ്ണുന്നാന്ന് തോന്നുന്നു കേട്ടോ. ഇതാ ടെൻറ്റിൽ ഒരാൾ കൊതുകടിയൊന്നും കൊള്ളാണ്ട്. 그럴까 내가 그거 하나 볼래? പൈസ കൊടുത്ത് 100 രൂപ കിട്ടി. ടെൻറ്റിൻ്റെ ഉള്ളിൽ വെക്കുന്ന ആകെ 100 രൂപ കിട്ടി. പിന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ബുദ്ധമതക്കാർ ഇവിടെ വന്ന് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല എക്സിറ്റ് അടിക്കാം. ഇതാണ് ഇവരെ നമസ്കാര പരിപാടികൾ കേട്ടോ. നമ്മൾ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുകയാണ്. कहाँ से? Where are you from? Tibet. Okay. Very Tibetan. All of them are from Tibet. ഉത്തരാഖണ്ഡ്. ടിബറ്റ്, ഉത്തരാഖണ്ഡ് ഇന്ത്യയുടെ പല സംസ്ഥാനത്തു നിന്നും അതുപോലെ മറ്റുള്ള രാജ്യത്തു നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. ജപ്പാൻ എന്നൊക്കെ ആളുകളുണ്ടാവും കേട്ടോ. നമുക്ക് മെല്ലെ എക്സിറ്റ് അടിക്കാം. ഏതാണ്ട് 10-30 കിലോമീറ്റർ ഉണ്ട് ഗയ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. कहाँ से है आप लोग? ये तो बहुत अरुणाचल से है, और इधर लद्दाख से है, हम नेपाल से है, जगह से इधर आउटसाइड वियतनाम से है, हाँ, बहुत जगह से है। वियतनाम, जापान, वियतनाम से है, कोई कंबोडिया से है, कोई ऐसा बर्मा से है, सब जगह से। हाँ 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 हाँ. इधर अभी माहौल सब चल रहा है क्या? मौसम इधर ऐसा है ना, यहाँ पर वो साधना कर रहे हैं सब अपने अपने से, कोई पढ़ रहे हैं, कोई मेंटल अपराध कर रहा है, ये जो समर्पित कर रहा है ऐसा है। आप कहाँ से हैं? केरला. केरला साउथ है केरला। साउथ. यहाँ पर कल से बहुत बड़ा पूजा होगा इधर। हाँ हाँ हाँ. निम्मा मोलोक। हाँ. आपका नाम? मेरा नाम कल्पना गुरुङ. കൽപ്പന नेपाल काठमाडौँ से. കാഠ്മണ്ഡു, നേപ്പാൾ. അപ്പോൾ ഇവർ നേപ്പാളിൽ നിന്നാണ് കേട്ടോ. वडक्कम. വണക്കം. अन्ना वडक्कम. ഓ തമിഴ്നാട്. നമസ്കാരം കേരള. नमस्कारम केरला. ആ നമസ്തേ കേരള.
mistaken lah. ठीक है. അതിൽ എക്സിറ്റ് ഉണ്ടോ? അതിൽ എക്സിറ്റ് ഇല്ല. ഇതൊന്ന് പിന്നെ ചുറ്റിയിട്ടാണ് എക്സിറ്റ് ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ചെരുപ്പൊക്കെ അയക്കണം. അതിന് നമുക്ക് ചെരുപ്പ് അയക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. मैडम अब कहाँ से पकड़ दो वीडियो. वेयर आर यू फ्रॉम? हाँ ലഡാക്ക്. ठीक ലഡാക്ക് എന്നുള്ളതാണ് കേട്ടോ. ഇത് കണ്ടോ ഇവരുടെ കയ്യിൽ നമ്മൾ ദസ്ബിയായിട്ട് യൂസ് ചെയ്യുന്ന സാധനം ഉണ്ട്. ഇവർ 200 പ്രാവശ്യം അല്ല 1,10,000 1,10,000 है ना? हाँ नाम क्या है? रंजन. हाँ 1,10,000 പ്രാവശ്യം പിന്നെ ഇതുപോലെ നമസ്കാരം ചെയ്യും കേട്ടോ. പ്രോമിസ് എന്ന് ഇതിന് പറയാം. പിന്നെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ അവർ ഇതിൽ കൗണ്ട് ചെയ്യും. അങ്ങനെ 1,10,000 ചെയ്യാനുള്ള പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഇവർ. അത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ചെയ്യാം. ഇതുവരെ 500 2007 കരുതിയാണോ 207 207 ഇതുവരെ അവർ ചെയ്ത് തളർന്ന് കിടക്കുക. യു ആർ വെരി ടയർഡ് നൗ. അപ്പോൾ തളർന്ന് റെസ്റ്റ് ചെയ്യുകയാണ്. ടീക്കാ ബൈ. അവർ ലഡാക്കുന്നില്ല കേട്ടോ. അവർ പ്രോമിസ് ചെയ്ത് ഇത്ര പ്രാവശ്യം ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്ത് 1,10,000 പ്രാവശ്യം അതിലവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വർഷത്തിൽ ചെയ്താൽ മതി. ഇപ്പോൾ ഏതാണ്ട് 500 ചെയ്ത് നടന്നു. അതിൻ്റെ ഉള്ളിൽ നല്ല ബുദ്ധൻ്റെ പ്രതിമ കാണാം കേട്ടോ. നല്ല യെല്ലോ കളറിലെ. നമ്മളങ്ങ് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറുന്നില്ല. പുറത്തുനിന്ന് കണ്ടിട്ട് പോവാം. ഒരു സൈഡ് എക്സസൈസ് ആണെങ്കിൽ ഈ സൈഡ് അവരെ കിതാബ് ഓതിക്കൊണ്ടിരിക്കും. പലതരത്തിലുള്ള ആരാധനാ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ടീം ഈ പ്രോമിസ് കംപ്ലീറ്റ് ചെയ്യുക, പിന്നെ കുറേ ടീം ഇതിങ്ങനെ വട്ടം വെക്കുക, പിന്നെ കുറച്ച് ടീംസ് അവരെ കിതാബ് വായിക്കുക. അങ്ങനത്തെ പല ആരാധനാ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ആ കാണുന്നവരൊക്കെ പ്രോമിസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നതാണ്. ഇവിടെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇവരെ പിന്നെ 1-2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ പോയത്. ബുദ്ധൻ്റെ വിഗ്രഹവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം. ഇത് അതിൻ്റെ പുറത്തുള്ള കച്ചവട സ്റ്റാളുകളാണ്. അവരെ ബാഗും ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഇതിവിടെ മ്യൂസിയം ആണെന്ന് തോന്നുന്നു. അവിടെ ഒന്ന് പോകാൻ നമുക്ക് ടൈമില്ല. നമ്മൾ നല്ല
വിടുകയാണ് ഇവിടുന്ന്. ഇവിടുത്തെ വഴുതനങ്ങയുടെ വലിപ്പം കണ്ടോ? कितना रुपए का? 20 रुपए केजी को? हाँ 1 kg 20 रुपए. 1 കിലോ 20 റുപ്യ. അതിൻ്റെ വലിപ്പം കണ്ടോ? നമ്മളെ കൈയിൻ്റെ അത്ര ഉണ്ട് ഇതിൻ്റെ വലിപ്പം. നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ചെറുതായിരിക്കും നാട്ടിൽ കിട്ടുക. ഇത് ഒരെണ്ണം മതി ഒരു ദിവസത്തേക്ക് ഒരു ഫാമിലിക്ക്. ഇത് അതിനേക്കാട്ടെ കുറച്ച് ചെറുത്. വെജിറ്റബിൾ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. कहाँ से आप? हाँ वीडियो कर रहे हैं कहाँ से? हाँ वीडियो कर रहे हैं. कहाँ से? 40 नहीं है. नाम क्या है? हाँ हाँ मेरा नाम से क्या मतलब सुनीता है. कहाँ से लेता है? बकरौल मंडी से लाता है. हाँ हाँ अच्छा बिक्री मिलता है क्या? बाजार कम है. बाजार रहता है तो अच्छा बिक्री है. हाँ कहाँ से आप? किधर से? कैसे हैं? हाँ बहुत गया खुद गया. ठीक है ठीक है ठीक है. बढ़िया बना रहा है. हाँ वीडियो पकड़ता है अब दोनों का. सेल अच्छा मिलता है क्या? कम है. हाँ बाजार है ना ये इंसान. ये कौन सप्लाई कौन कर रहा है? सप्लाई कौन कर रहा है ये चीज़ का? कौन सी सप्लाई? ये माल का माल कौन दे रहा है आपको? माल लाते हैं बाजार से. अब लेके आता है क्या? हम ही लेके आते हैं. हाँ खरीद के लाते हैं. कितना रुपए का माल है ये पूरा? या ऐसा माल आता है ऐसा लगता है भैया. कभी कम आता है कभी बेसी आता है. रेट एक किस्म के ना रहता है. कभी कम जाता है कभी बढ़ जाता है. ഇത് ഇവരെ കച്ചവടമാണ് കേട്ടോ. വേറെ പച്ചക്കറി ഇവർ തന്നെ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചുകൊണ്ടോന്ന് സെയിൽ ചെയ്യുന്നത്. അവരിവിടുത്തെ ട്രൈബൽസ് ആണ് കേട്ടോ. ഗയ ഏരിയയിലുള്ള ട്രൈബൽസ് ആണ്. അവർ സ്വന്തമായിട്ട് കച്ചവടം ചെയ്യുന്നത്. ട്രൈബൽസിൻ്റെ ചെറിയ ചെറിയ സ്റ്റാളുകളുണ്ട് ഇവിടെ. आजकल पति ना बेटा ഇവര് കാണുമ്പോൾ ഇങ്ങനെ സൈലന്റ് ഉള്ളതൊന്നും നോക്കണ്ട. ഇവര് പിന്നെ റോഹിംഗ്യൻ മുസ്ലിംസിനൊക്കെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുള്ള ടീംസാണ്. ഈ മ്യാൻമാറിലുള്ള ബുദ്ധമതക്കാരൊക്കെ റോഹിംഗ്യൻ മുസ്ലിംസിനെ അവിടുന്ന് ആട്ടി ഓടിച്ചതാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടതാണ് ഇവരെങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നതല്ലേ. ആളുകളെ കൊല്ലുന്നയോ മുസ്ലിംസിനെ കൊല്ലുന്നയോ അതുപോലെ ചെറിയ കുട്ടികളോട് ഉപദ്രവിക്കുന്നതൊക്കെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോയി. പിന്നെ പാവം പിടിച്ച അവരെ ദ്രോഹിക്കുന്നതൊക്കെ കണ്ടിട്ട്. അവരിങ്ങനെ നിൽക്കുന്നതൊന്നും നോക്കണ്ട. ഭയങ്കര ക്രൂവൽ മൈൻഡുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെ ഇടയിൽ. ഇവരെ ഭക്ഷണം എന്ന് വെച്ചാൽ എന്താ, പോർക്കാണ് ഇവരെ മെയിൻ. വെജിറ്റേറിയൻ പ്യുവർ വെജിറ്റേറിയൻ ഒന്നല്ല ഇവർ. പോർക്ക് എല്ലാം കഴിക്കുന്നതിൽ പെട്ടതാണ്.